തൃശ്ശൂർ പാർലമെൻറ്റ് വളരെയധികം BJP പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു പാർലമെൻറ്റ് സീറ്റാണ്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ പാർലമെൻറ്റ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, BJP ആദ്യമായി പ്രഖ്യാപിക്കുന്ന 100 സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആയിരിക്കുമെങ്കിൽ അതിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്കും ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കും ആർക്കും സംശയമൊന്നുമില്ല. കാരണം സുരേഷ് ഗോപിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ കാത്തിരിക്കുകയാണ്. കാരണം 2 തവണ തൃശ്ശൂരിലെ ജനതയ്ക്ക് അബദ്ധം പറ്റി. ഈ അബദ്ധം തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് തൃശ്ശൂർക്കാർക്കുള്ളത് എന്നുള്ളൊരു വസ്തുത. കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയില്ല എന്നുണ്ടോ പ്രിന്റു മഹാദേവ്? അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. അല്ല സാർ, അതിനൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് അറിയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ വോട്ട് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് ആദ്യം റിസൾട്ട് വരുന്ന മണ്ഡലം തൃശ്ശൂർ ആയതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയാനുള്ളൊരു കാരണം. ആറ്റിങ്ങലും ജനസംഖ്യ ആനുപാതികം നോക്കുകയാണെങ്കിൽ അതിന് ശേഷമായിരിക്കും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഒക്കെ BJP അക്കൗണ്ട് തുറക്കുക. ജനസംഖ്യ നോക്കുന്ന സമയത്ത് ആദ്യമായി റിസൾട്ട് വരുന്ന സ്ഥലം എന്ന രീതിയിൽ BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കുന്ന കേരളത്തിൽ NDA അല്ല BJP അക്കൗണ്ട് തുറന്നിട്ടുണ്ടല്ലോ സാർ, PC തോമസ് മുൻപ്. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ട് തുറക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. BJP അക്കൗണ്ട് തുറക്കുന്ന ആദ്യത്തെ റിസൾട്ട് വരുന്ന സമയത്ത് അത് തൃശ്ശൂരായിരിക്കും. അതിൽ 3 കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ. രണ്ടാമത്, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഫാക്ടർ. മൂന്നാമത്, സുശക്തമായിട്ടുള്ള BJPയുടെ സംഘടന സംവിധാനം തൃശ്ശൂരുണ്ട് സാർ. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ 2 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ വീഴ്ചകളും പാളിച്ചകളും ഒക്കെ തിരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തിരുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിന് കരുത്തു പകരാൻ 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നു. നോക്കണം, ഈ 20-ാം തീയതിക്കുള്ളിൽ 2 തവണ തന്നെ വന്നല്ലോ. ഒന്ന് തൃശ്ശൂരും വന്നു, ഗുരുവായൂരും വന്നു. അപ്പോഴൊക്കെ തന്നെ അവിടെ കൂടിയിട്ടുള്ള ജനസഹസ്രങ്ങൾ നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും അർപ്പിച്ചിട്ടുള്ള ആത്മവിശ്വാസവും വിശ്വാസവും തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റിനകത്ത് ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഈ ക്രമാനുഗതമായിട്ടുള്ള BJPയുടെ വളർച്ച പരിശോധിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 2009 ഇലക്ഷനിൽ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 6.9%. 2014 BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 11.9%. പിന്നീട് സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 29%. കേവലം 16 ദിവസമാണ് സാർ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ. എന്തുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. 16 ദിവസം മാത്രമാണ് തൃശ്ശൂർ പാർലമെൻറ്റിനകത്ത് സുരേഷ് ഗോപി പ്രചരണത്തിന് ഇറങ്ങിയത്. എങ്കിൽ പോലും 16 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 29% വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ സൗകര്യപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു കണക്ക് 2021 തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ കണക്കാണ്. 2021 P. ബാലചന്ദ്രനാണ് അവിടെ നിന്ന് വിജയിക്കുന്നത്. 2ാം സ്ഥാനത്തെത്തിയത് പത്മജ വേണുഗോപാലാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്ത് സുരേഷ് ഗോപി എത്തി. അവസാനത്തെ തെരഞ്ഞെടുപ്പ് 3000-ഓളം വോട്ടിനാണ്. അല്ല, 3000-ഓളം നമുക്ക് നിയമസഭാ വോട്ടിംഗ് പാറ്റേണും ലോക്സഭാ വോട്ടിംഗ് പാറ്റേണും ഒക്കെ രാഷ്ട്രീയത്തിൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഉണ്ണിസാറിനും നികേഷ് സാറിനും ഒക്കെ അറിയാലോ. വോട്ടിംഗ് പാറ്റേണും അതിൻ്റെ ട്രെൻഡും ഒക്കെ വേറെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്നേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പരിജ്ഞാനവും പരിണിതപ്രജ്ഞരായ ആളുകളാണ്. ആ പാറ്റേണിനകത്ത് സ്വാഭാവികമായി നമുക്കറിയാം, സുരേഷ് ഗോപി ഒരു കോവിഡ് പശ്ചാത്തലത്തിലാണ് അവിടെ ഇലക്ഷൻ വരുന്നത്. അദ്ദേഹം 7 ദിവസം, ഞാൻ ഇലക്ഷൻ പ്രചരണത്തിനുണ്ടായിരുന്ന ആളാണ്, 7 ദിവസം മാത്രമാണ് അദ്ദേഹം അവിടെ പ്രചരണം നടത്തി. അദ്ദേഹം അസുഖബാധിതനായി കോവിഡ് ബാധിച്ച് കിടക്കയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് കൃത്യമായിട്ട്. പിന്നെ പാർട്ടി പറഞ്ഞ ഒരു കാര്യമെന്ന രീതിയിൽ, അച്ചടക്കമുള്ള പ്രവർത്തനം എന്ന രീതിയിൽ 7 ദിവസം അദ്ദേഹം അവിടെ ചെലവഴിക്കാനുണ്ടായത്. അവിടെയും അന്ന് അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ, സാങ്കേതിക കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് ചില കാര്യങ്ങൾ കൊണ്ട് BJPക്ക് ചെറിയ അത് 3000 വോട്ടിനാണ് സുരേഷ് ഗോപി അവിടെ തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. You are watching Reporter Evening Show.